നിന്റെ അമ്മായിയമ്മയുടെ സാധനമെല്ലാം നീ എന്താ ചെയ്തത്? അച്ഛാ, അമ്മയുടെ സാരികളും ചെരുപ്പും മറ്റുമെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സ്വർണമോ? കാർത്തികേയൻ്റെ ചോദ്യത്തിൽ പ്രിയ ഒന്ന് ഉമിനീറിറക്കി. അത് അച്ഛൻ ലോക്കറിൽ സൂക്ഷിച്ച് വെച്ചിട്ടില്ലേ? കാർത്തികേയൻ അവളെ കൂർപ്പിച്ചു നോക്കി. ഞാൻ ലോക്കറിലെ സ്വർണത്തിൻ്റെ കാര്യമല്ല ചോദിച്ചത് പ്രിയ. നിന്റെ അമ്മായിയമ്മ മരിച്ച സമയത്ത് അണിഞ്ഞ സ്വർണത്തിൻ്റെ കാര്യമാണ്. അവളുടെ മുഖഭാവം ഒന്ന് മാറി. പിന്നെ മുഖത്ത് ചിരി അണിഞ്ഞു പറഞ്ഞു, ഓ, ആ സ്വർണത്തിൻ്റെ കാര്യമായിരുന്നോ? ഞാൻ മറന്നുപോയി, ഇപ്പോൾ കൊണ്ടുവരാം. അതും പറഞ്ഞ് പ്രിയ അവിടെ നിന്നും പോയി. അവളുടെ സ്വർണമെല്ലാം ഇനി കാർത്തുവിനുള്ളതാണ്. കാർത്തികേയൻ സ്വയം പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കാർത്തിക സാധനങ്ങൾ വാങ്ങിയ ബില്ല് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അയാൾ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രിയ രാധികയുടെ സ്വർണവുമായി അങ്ങോട്ട് വന്നത്. അയാൾ പൊതി തുറന്നു നോക്കി. എല്ലാം എന്താ പ്രിയ, ഇതിൽ 4 വളയേ ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം എവിടെ? നിൻ്റെ അമ്മായിയമ്മ മരിക്കുന്ന സമയത്ത് ഇരു കൈകളിലുമായി 12 സ്വർണ്ണവളയുണ്ടായിരുന്നു. കഴുത്തിൽ 2 ചെയിനും വിരലിൽ 4 മോതിരവും കാതിൽ ചുമുക്കിയും. ഈ പൊതിയിൽ 4 വള, 1 ചെയിൻ, 3 മോതിരം. കമ്മൽ കാണുന്നില്ല. ബാക്കിയുള്ളത് എവിടെ പ്രിയ? അയാൾ ദേഷ്യത്തോടെ പ്രിയയെ നോക്കി ചോദിച്ചു. അത് ഞാൻ വേറെ ഒരു അലമാരയിൽ വെച്ചിരുന്നു. ഇപ്പോഴാണ് ഓർത്തത് അച്ഛാ. ഓ, പെട്ടെന്ന് തന്നെ നിനക്ക് ഓർത്തെടുക്കാൻ പറ്റിയല്ലോ, നന്നായി. പ്രിയ ആ സ്വർണം എടുക്കാൻ അകത്തേക്ക് പോയി. ഇതെല്ലാം കേട്ട് കാർത്തിക് അടുത്തു തന്നെ ഇരിക്കുന്നുണ്ട്. കാർത്തു ക്ലാസ് കഴിഞ്ഞ് വന്ന സമയം. അമ്മയുടെ മരണശേഷം ഇന്നാണ് ക്ലാസ്സിൽ പോയി തുടങ്ങിയത്. അമ്മ, വിശക്കുന്നു. അവൾ അതും പറഞ്ഞ് കസേര വലിച്ചിട്ടിരുന്നു. കാർത്തുമോൾ വന്നോ? ചന്ദ്രികയുടെ ശബ്ദം കേട്ടതും കാർത്തു ഒന്ന് ഞെട്ടി. മുഖം അമർത്തി തുടച്ചു. അവളുടെ കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു. ഏട്ടത്തി എവിടെ ചേച്ചി? പ്രിയക്കുഞ്ഞ് ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോയി. അടുക്കളയിൽ ഭക്ഷണമെല്ലാം ഉണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ. അതും പറഞ്ഞ് ചന്ദ്രികയും അവിടെ നിന്ന് പോയി. കാർത്തു അടുക്കളയിൽ നിന്നും ഭക്ഷണം എടുത്ത് ടേബിളിൽ വന്നിരുന്നു. കാർത്തു, യൂണിഫോം മാറ്റാതെ ഭക്ഷണം കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? രാധികയുടെ ശബ്ദം മുഴങ്ങി കേൾക്കുന്നത് പോലെ. അവൾക്കൊരു വറ്റുപോലും ഇറങ്ങാത്ത അവസ്ഥ. ഒറ്റപ്പെട്ട പോലെ അവർ പ്ലേറ്റിൽ ചിക്കിച്ചികിഞ്ഞിരുന്നു. ദിവസങ്ങൾ പലത് കഴിഞ്ഞു. കാർത്തു ഫൈനൽ എക്സാമിൻ്റെ പഠിത്തത്തിലാണ്. അമ്മയുടെ മരണശേഷം അവൾക്ക് പഠനത്തിലൊന്നും ശ്രദ്ധ കിട്ടുന്നില്ല. പുസ്തകങ്ങളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. അവൾ അമ്മയുടെ ഫോട്ടോ നോക്കി പദം പറഞ്ഞിരിക്കുകയാണ്. പ്രിയ ചാടിത്തുള്ളി അങ്ങോട്ടേക്ക് വന്നു. എന്താ കാർത്തു, നിന്റെ വിചാരം റൂമിൽ ഇങ്ങനെ ഇരിക്കാനാണോ? അടുക്കളയിൽ വന്ന് ഒന്ന് സഹായിച്ചൂടെ? എല്ലാം കൂടെ എന്നെക്കൊണ്ട് പറ്റില്ല. കുഞ്ഞിൻ്റെ കാര്യം നോക്കണം, എല്ലാവർക്കും വെച്ച് വിളമ്പണം. അയ്യോ ഏട്ടത്തി, എനിക്ക് പഠിക്കാനുണ്ട്, ഫൈനൽ എക്സാം അടുത്തു, അവൾ ദയനീയമായി പറഞ്ഞു. ഒരു പഠിത്തം, 17 വയസ്സായി. ഈ പ്രായം പെൺപിള്ളേർ ഒരു വീട്ടിലെ ജോലികൾ മുഴുവൻ ചെയ്യും. നിനക്ക് എങ്ങനെ അറിയാനാണ്? മരിച്ചുപോയ നിൻ്റെ അമ്മ തലയിൽ കൊണ്ട് നടക്കുകയല്ലേ? അവൾ ഉറഞ്ഞു തുള്ളുകയാണ്. അടുക്കളയിലേക്ക് വന്നാൽ ഞാൻ എങ്ങനെ പഠിക്കും ഏട്ടത്തി? ഓ, എനിക്ക് വാരി മുണുങ്ങാനൊന്നുമല്ല. അനാഥാലയത്തിലേക്ക് ചോറ് വിഭവം കൊണ്ടുപോകണമെന്ന് നിൻ്റെ അച്ഛൻ്റെ ഓർഡർ. എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. ചന്ദ്രിക ഇന്ന് ലീവാണ്, വേഗം വാ. നിൻ്റെ ഒരു പഠിത്തം. അതും പറഞ്ഞ് അവൾ വന്ന വഴി പോയി. കാർത്തു ബുക്കും അടച്ചു വെച്ച് അവളുടെ പിന്നാലെ പോയി. കാർത്തു മോളെ, നീ എന്താ ഉറങ്ങിയില്ലേ? ഈ തണുപ്പ് കൊണ്ട് എന്താ ഇവിടെ ഇരിക്കുന്നത്? രാത്രി ഷോപ്പിൽ നിന്ന് വരുന്നതാണ് കാർത്തിക്. ഞാൻ ഏട്ടനെ കാത്തിരിക്കുകയായിരുന്നു. കാർത്തിക് അവളുടെ തലയിൽ തലോടി അടുത്തു വന്നിരുന്നു. ഏട്ടാ, അച്ഛൻ അമ്മയെ എപ്പോഴും തല്ലും അല്ലേ? ഏട്ടനും കണ്ടിട്ട് തടയാറില്ലല്ലോ. അച്ഛൻ അടിച്ചിട്ടല്ലേ ഏട്ടാ നമ്മുടെ അമ്മ പോയത്? അവൾ വിതിമ്പിക്കൊണ്ട് പറയുകയാണ്. ഏട്ടൻ്റെ കുഞ്ഞ് സങ്കടപ്പെടല്ലേ. അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു, ചേർത്ത് പിടിച്ചു. ഏട്ടനുണ്ട് എൻ്റെ കുട്ടിക്ക് എന്നും. ഏട്ടൻ്റെ കുഞ്ഞ് പെങ്ങളല്ലേ എൻ്റെ കുട്ടി. ഏട്ടാ, എനിക്ക് അച്ഛനെ കാണുന്നതേ ഇഷ്ടമില്ല. കാണുമ്പോൾ വെറുപ്പ് തോന്നുക. അവൾ കവിളിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുടച്ചു മാറ്റി. എന്താ കുഞ്ഞാ കയ്യിൽ? അവൻ അവളുടെ കൈപ്പത്തിയിൽ നോക്കി. അത് ഏട്ടാ, പൊള്ളിയതാണ്. പൊള്ളിയതോ? കളയിൽ പറഞ്ഞു മുഴുവിക്കുന്നതിന് മുമ്പ് പ്രിയ അവിടേക്ക് വന്നു. അല്ല കാർത്തി, നീ ഇവിടെ ഇരിക്കുവാണോ? ഞാൻ എത്ര നേരമായി മുറിയിൽ കാത്തിരിക്കുന്നു. പ്രിയ, ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ. കുറച്ച് സമയം ഇവളുടെ അടുത്തിരിക്കട്ടെ. ഓ കാർത്തു, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം ഏട്ടന് ഭക്ഷണം വിളമ്പിക്കൊടുത്തൂടായിരുന്നോ? പഠിക്കണം എന്നും പറഞ്ഞ് വലിയ വർത്തമാനമായിരുന്നല്ലോ. ഇപ്പോൾ പഠിക്കാനൊന്നുമില്ലേ? അവൾ പുച്ഛത്തോടെ ചോദിച്ചു. കാർത്തി, വാ, എഴുന്നേറ്റ് വേഗം വാ. ആരു കരയുന്നുണ്ട്? നിന്നെ കാണാതെ അവൻ ഉറങ്ങില്ല എന്ന് നിനക്കറിയില്ലേ? കാർത്തു മോള് പോയി കിടക്ക്, നമുക്ക് രാവിലെ സംസാരിക്കാം. അതും പറഞ്ഞ് കാർത്തിക് അവളുടെ തലയിൽ തലോടി എഴുന്നേറ്റു പോയി. പ്രിയ കുഞ്ഞിനെ ഉറക്കി ബെഡിൽ ഇരിക്കുകയാണ്. പ്രിയ, നീ കാർത്തുവിനെ കൊണ്ട് അടുക്കളയിൽ ജോലി ചെയ്യിക്കല്ലേ, അവൾ കുഞ്ഞല്ലേ. അമ്മ അവളെ കൊണ്ട് ഒന്നും ചെയ്യിക്കാറില്ലല്ലോ.
ഓ, പെങ്ങളുടെ കാര്യത്തിൽ എന്താ ശുഷ്കാന്തി? ഞാൻ ഇവിടെ ചെയ്യുന്നതിൽ ഒരു വിലയുമില്ല. അമ്മ മരിക്കോളം ചന്ദ്രികയ്ക്ക് എന്നോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവളും പണിയിൽ കള്ളിയാണ്. എല്ലാം കൂടെ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയൊന്നുമല്ല, അവൾ മൂക്കും ചീറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ നിനക്കെന്താ വേണ്ടത് പ്രിയ? അതും പറഞ്ഞ് കാർത്തിക് അവളുടെ അടുത്ത് വന്നിരുന്നു. എനിക്കൊന്നും വേണ്ട, പെങ്ങളോടുള്ള ശ്രദ്ധയിൽ അല്പം എനിക്കും തന്നാ മതി. പുഞ്ചിരിച്ചു അവളെ ചേർത്ത് പിടിച്ചു. നിന്റെ മൂടൊക്കെ ഒന്ന് ശരിയാക്ക്, അവൻ അവളുടെ കവിളിൽ ചുംബിച്ചു. കാർത്തികേയൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛാ. കാർത്തുവിൻ്റെ വിളി കേട്ട് അയാൾ നോക്കി. എന്താ കാർത്തു? അത് അച്ഛാ. ഇത് എന്ത് ചായയാണ്? ചായ കടുപ്പവുമില്ല. കാർത്തുവിൻ്റെ സംസാരം ശ്രദ്ധിക്കാതെ അയാൾ അട്ടഹസിച്ചു. ചന്ദ്രിക ഓടി വന്ന് ചായ എടുത്തു കൊണ്ടുപോയി. നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അയാൾ കാർത്തുവിനോട് വീണ്ടും ചോദിച്ചു. അവൾ അച്ഛൻ്റെ അട്ടഹാസത്തിൽ ഭയന്നു പോയിരുന്നു. അത് അച്ഛാ, എക്സാം ഫീ ലാസ്റ്റ് ഡേറ്റാണ് ഇന്ന്. ഫീ അടക്കാൻ അവൾ നിർത്തി. അയാൾ ഒന്നും മിണ്ടാതെ പേഴ്സ് തുറന്ന് കാശ് നൽകി. ബാക്കി പൈസ കയ്യിൽ വെച്ചോ, ഇനി ഇടയ്ക്കിടയ്ക്ക് പൈസ ചോദിച്ചു വരണ്ട. ചന്ദ്രിക, ചായ റൂമിലേക്ക് എടുത്തോ. അതും പറഞ്ഞ് അയാൾ എഴുന്നേറ്റു പോയി. എന്താ കാർത്തു, നിനക്ക് കാശ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ? കാർത്തികാണ്. അച്ഛൻ്റെ അടുത്ത് നിന്ന് 100 രൂപ വാങ്ങണമെങ്കിൽ 100 ആട്ട് കേൾക്കേണ്ടി വരില്ലേ? അത് ഏട്ടാ, ഏട്ടൻക്ക് എന്നോട് സംസാരിക്കാൻ നേരമില്ലല്ലോ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൻ തല താഴ്ത്തിപ്പോയി. പ്രിയ കാർത്തികിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ കൊണ്ടുവച്ചു. തിരിഞ്ഞു നടക്കുകയാണ്. പ്രിയ, കാർത്തുവിനുള്ള ഒരു പ്ലേറ്റ് എടുക്കൂ. ഓ, വിശക്കുന്നവർ എടുത്തു കഴിക്കണം. അവൾ അതും പറഞ്ഞ് തിരിഞ്ഞു നടന്നു. വേണ്ട ഏട്ടാ, എനിക്ക് വിശപ്പില്ല. സ്കൂൾ ബസ് ഇപ്പോൾ വരും. കാർത്തിക് ആകെ അസ്വസ്ഥനായി. പെങ്ങളുടെയും ഭാര്യയുടെയും ഇടയിൽ. ഗൗതം, ഗായത്രി കേസ് എന്തായി? ആ കുട്ടിയുടെ വീട്ടുകാർ പാവങ്ങളാണച്ചാ. കേസിന് നടത്താനൊന്നും അവർക്ക് സാമ്പത്തികമായി കഴിയില്ല. ഞാൻ സ്വയം ഈ കേസ് ഏറ്റെടുത്ത് വാദിക്കും. ആ, നല്ല കാര്യം ഗൗതം. ആ പയ്യൻ്റെ അച്ഛൻ വലിയ ബിസിനസ്മാനാണ്. പലതരത്തിലും മകനെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട്. കേട്ടിടത്തോളം പ്രതാപൻ ബിസിനസ് അത്രയും നല്ലവനല്ല. മകനെ രക്ഷിക്കാൻ എന്ത് കുറുക്കുവഴിയും സ്വീകരിക്കും. ശരിയാണ് അച്ഛാ, ഞാൻ ശ്രദ്ധിച്ചോളാം. ഗുഡ്. കാർത്തു സ്കൂൾ ഗ്രൗണ്ടിലെ ബെഞ്ചിൽ ഇരിക്കുകയാണ്. കാർത്തു, അവളെ വിളിച്ചുകൊണ്ട് അവളുടെ ഫ്രണ്ട് രാഗി അങ്ങോട്ടേക്ക് വന്നു. നീ അറിഞ്ഞില്ലേ, ഡ്രാമ ഫെസ്റ്റ് ഉണ്ട് നമ്മുടെ സ്കൂളിൽ. ഞാനില്ല രാഗി, എനിക്ക് മൂടില്ല. വാ പെണ്ണെ, വെറുതെ പോയി നോക്കാം. ഓഡീഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നിൻ്റെ പേര് കൊടുത്തു പോയി കാത്തു. വാ കാത്തു. അവൾ കാത്തുവിനെയും പിടിച്ച് വലിച്ചു കൊണ്ടുപോയി. അവർ എഴുതി കൊടുത്ത വരികൾ കാർത്തു അവതരിപ്പിച്ചു. രണ്ടാമത്തെ വരിയിൽ എത്തിയതും അവൾക്ക് അമ്മയെ ഓർമ്മ വന്നു. പിന്നെ യാന്ത്രികമായി അവൾ അവതരിപ്പിച്ചു, ആ കഥയിൽ ജീവിക്കുന്നത് പോലെ. ആൻറ്റി, ഇത് കണ്ടോ? ധ്രുവ് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊറിയർ ചെയ്തിരിക്കുന്നു. പാറു സന്തോഷത്തോടെ ഓരോ ഗിഫ്റ്റ് ബോക്സും തുറന്നു നോക്കുകയാണ്. രജനിയും അടുത്തുണ്ട്. ആ, ധ്രുവ് ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഞാൻ സർപ്രൈസ് ആക്കിയതാണ്. ആ സമയമാണ് ധ്രുവിൻ്റെ കോൾ വരുന്നത്. ആൻറ്റി, ധ്രുവ് ആണ്. പാറു ഫോൺ സ്പീക്കറിലിട്ടു. ഹാപ്പി ബർത്ത്ഡേ ഏട്ടത്തി. താങ്ക്സ് ബ്രോ. ഗിഫ്റ്റ് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. വക്കീൽ സാറിന് പ്രിയപത്നിയുടെ ബർത്ത്ഡേ ഓർമ്മയുണ്ടാവില്ല, ധ്രുവ് കളിയാക്കി പറഞ്ഞു. വേണ്ട ധ്രുവ്, ആര് പറഞ്ഞു ഗൗതമിന് ഓർമ്മയില്ല എന്ന്? പിന്നെ ഓർത്തത് തന്നെ. ആള് വല്ല കേസിലും ഒഴുകിയിട്ടുണ്ടാകും. 1000 രൂപയ്ക്ക് ബെറ്റിനുണ്ടോ ഏട്ടത്തി? ഉണ്ട് കുട്ടാ. ഓ, നോക്കാം. അതും പറഞ്ഞ് ധ്രുവ് ഫോൺ വെച്ചു. പാറു രജനിക്കൊപ്പം രാവിലെ അമ്പലത്തിൽ പോയി വന്നതായിരുന്നു. ചുവന്ന കരയിൽ ഗോൾഡൻ വർക്കുള്ള സെറ്റ് മുണ്ടിൽ അവൾ അതീവ സുന്ദരിയാണ്. ബെഡ്റൂമിൻ്റെ ഡോറ് അടയുന്ന ശബ്ദം കേട്ടപ്പോൾ പാറുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു. ഗബ്ദവും ബാക്കിലൂടെ വന്ന് അവളുടെ നഗ്നമായ പുറത്ത് ചുംബിച്ചു. അവൾ ഒന്ന് കോരിത്തരിച്ച് ഉയർന്നുപോയി. ഹാപ്പി ബർത്ത്ഡേ മൈ ക്യൂൺ, അവൻ അവളുടെ ചെവിയിലായി പറഞ്ഞു. അവളെ തിരിച്ചു നിർത്തി അവളുടെ ആലില വയറിലൂടെ കൈയിട്ടു. അവളുടെ വെളുത്ത ആ കുഞ്ഞു വയറിൽ ചെറിയ മുത്തുകളോട് കൂടിയ അരഞ്ഞാണം അണിയിച്ചു. മുട്ടുകുത്തിയിരുന്നു അവളുടെ ചുക്കിൽ ചുംബിച്ചു. അവൾ ഒന്ന് ഏങ്ങിപ്പോയി. പിന്നെ അവളെ കോരിയെടുത്തു ബെഡിലേക്ക് നടന്നു. കാർത്തു, നീ എന്താ ഇത്ര ലേറ്റായേ? അവളുടെ ഫ്രണ്ട് രാഗിയും ലക്ഷ്മിയും അടുത്തേക്ക് വന്നു. റിഹേഴ്സൽ നടക്കുകയാണ്, നീ പെട്ടെന്ന് വാ. അത് രാഗി, ഞാൻ ടീച്ചറെ കാണാൻ വരുമായിരുന്നു, ഈ ഡ്രാമയിൽ നിന്ന് ഒഴിവാകാൻ. അയ്യോ, അതെന്തേ? വീട്ടിൽ നിന്നും പെർമിഷൻ കിട്ടിയില്ലേ? അയ്യോ അതല്ല രാഗി, എൻ്റെ അച്ഛൻ ഒരു പാവമാണ്, ഞാൻ പറയുന്നതൊക്കെ ചെയ്തു തരും. പക്ഷേ പിന്നെ എന്താ കാർത്തു? അത് അമ്മ മരിച്ചിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. അച്ഛൻ നല്ല വിഷമത്തിലാണ്. ഈ സമയം ഡ്രാമയ്ക്ക് വേണ്ട കോസ്റ്റ്യൂമും മറ്റും ചോദിക്കാൻ മടി. അതാണ്. ഡ്രാമയ്ക്കുള്ള കോസ്റ്റ്യൂമൊക്കെ ഞാൻ റെഡിയാക്കി തരാം, ലക്ഷ്മി പറഞ്ഞു. എന്നാൽ ശരി. അവർ മൂവരും റിഹേഴ്സൽ ഹാളിലേക്ക് നടന്നു. വലിയൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു അവരുടെ ഡ്രാമ. കാർത്തു അതിമനോഹരമായി നൃത്തം ചെയ്തു. ആ കോസ്റ്റ്യൂമിൽ അവളുടെ സൗന്ദര്യം എടുത്തു കാണിച്ചിരുന്നു.
അഭിനന്ദനം കൊണ്ട് എല്ലാവരും അടുത്തു വന്നു. കാർത്തിക പിന്നിൽ നിന്നും വിളി കേട്ട് കാത്തു തിരിഞ്ഞു നോക്കി. ഹായ്, കാർത്തിക എന്നല്ലേ പേര്? ഞാൻ ശരൺ വർമ്മ. തൻ്റെ ഡ്രാമ എനിക്കിഷ്ടമായി. ഡാൻസ് അടിപൊളിയായിട്ടുണ്ട്. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു. അവളുടെ പോക്കു നോക്കി നിന്ന അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു.